ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും തയ്യാറാണല്ലേ? അത് എന്തായാലും നോമ്പ് തുടങ്ങി നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെ ഇടയ്ക്ക് വെച്ചൊന്നും ബ്രേക്ക് ആയി പോകത്തില്ലേ? നോമ്പിന് എന്തായാലും ഡയറ്റ് കറക്റ്റായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇക്കൊക്കെ ഹോസ്പിറ്റലിൽ പോകാനുള്ളത് കൊണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ തീരുമാനിച്ച് വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബ്രദർ തുടങ്ങിയതാണ് ബ്രേക്ക്ഫാസ്റ്റ് സപ്ലൈ. അപ്പോൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് എല്ലാവരും വാങ്ങുന്ന കാണുമ്പോഴത്തേക്കും എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇതുവരെ ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇന്നലെ എന്തായാലും ഇത് രണ്ടും കൽപ്പിച്ചൊരു ഓർഡർ കൊടുത്തതാണ്. ഉപ്പുമാവും പഴവും അതുപോലെ തന്നെ പപ്പടവുമാണ് സെറ്റ്. അതിനോടൊപ്പം നമ്മുടെ നാടൻ ഇലയുടെ സൂപ്പറായിരുന്നു കേട്ടോ. ഉപ്പുമാവും അത്യാവശ്യം നല്ല ഒരു ടേസ്റ്റാണ്. നമ്മളുണ്ടാക്കുന്ന ആ ഒരു ഇതൊന്നുമല്ല, നല്ല തേങ്ങാപ്പീരയൊക്കെ ഇട്ട് നല്ല അടിപൊളി ഉപ്പുമായിരുന്നു. റവ ഉപ്പുമാവാണ് കേട്ടോ. ഇതെന്തായാലും കൊണ്ടുവന്ന മഴ ഞാൻ ഇത്തിരി ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമല്ലോ അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ. അങ്ങനെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി ഇലയുടെ ആയിരുന്നു. അതും കുറച്ചൊന്ന് നുള്ളി നോക്കിയതേ ഉള്ളൂ കേട്ടോ. ശർക്കരയൊക്കെ നല്ല രീതിയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അതും സെറ്റാക്കി വെച്ച് അപ്പം ഇക്കാക്ക് ഒരു ടെസ്റ്റ് നടത്താനുണ്ട്. 7-8 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ് SL എന്ന് പറയുന്നൊരു അസുഖത്തിന്. അപ്പം അതുകൊണ്ടിട്ടാണ് ഡയറ്റും കാര്യങ്ങളും പലരും പല തവണ കളിയാക്കുന്ന രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനത് പല രീതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെയും തുടർന്ന് വരുന്ന ചില വീഡിയോസിൽ കാണുമ്പോഴത്തേക്ക് അത് കാരണം പുള്ളിക്ക് വീഡിയോയിൽ വരാൻ തന്നെ ഒരു മടിയാണ്. വേറൊന്നും കൊണ്ടല്ല, സ്റ്റീറോയിഡ് മെഡിസിൻ എടുക്കുമ്പോഴത്തേക്കും വയറും വണ്ണവും മാറത്തില്ല. പിന്നെ നമുക്കത് കൺട്രോൾ ചെയ്ത് വെയിറ്റ് നിലനിർത്താമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ ഉള്ളൂ. പിന്നെ അതിൻ്റേതായ ആഫ്റ്റർ എഫക്റ്റ് തേയ്മാനവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ജിമ്മിൽ പോക്കും വർക്കൗട്ടും ഒക്കെ പ്രശ്നമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ രാവിലെ ഇന്ന് ഡോക്ടറെ അടുത്ത് പോകണം. 6:30 ആയപ്പോഴത്തേക്കും പോയി ബുക്ക് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 61ാമത്തെ ടോക്കണാണ് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര ആളാണ്. അന്നേരം ഇത് സെറ്റാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ 61ാമത്തെ ടോക്കണാണ് കിട്ടിയത്. രാവിലെ കിട്ടുമെന്ന് പ്രതീക്ഷയായിരുന്നു, നടന്നില്ല. 61 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു 9:30-10 മണിക്കുള്ളിൽ കിട്ടുമെന്നുള്ളൊരു കരുതലായിട്ട് പോയാൽ മതി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞാനൊരു ഗ്ലാസ് ചൂടുവെള്ളവും കുടിച്ച്. അപ്പോൾ ചെറിയവൻ എഴുന്നേറ്റിട്ടുണ്ട്. അവന് ഫുഡും കൊടുത്ത് അവനെ വീട്ടിൽ കൊണ്ടാക്കണം. കാര്യം ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കത്തൊന്നുമില്ല. അപ്പോൾ സച്ചായിക്ക് ഓതലുണ്ട്, അത് കാരണം കുഴപ്പമില്ല. അങ്ങനെ ഹംദൂട്ടനെ കൊണ്ട് വീട്ടിലാക്കുന്നതിന് മുന്നേ ഭക്ഷണം കൊടുത്തിട്ട് കൊണ്ടാക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. കാര്യം അവിടെ ചെന്നിട്ട് അവൻ ഉമ്മയോടൊക്കെ പറയും, ഞാൻ എൻ്റെ ഉമ്മയെ ഉമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഉമ്മിച്ച് വീട്ടിൽ നിന്ന് ഞാൻ കഴിച്ചു ഉമ്മ, അതുകൊണ്ട് എനിക്കൊന്നും വേണ്ടെന്ന് അവൻ പറയും. അവൻ അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം. അവൻ ഇവിടെ വന്നിട്ട് പറയും ഞാൻ ഉമ്മ വീട്ടിൽ നിന്ന് കഴിച്ച്, വെറുതെയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മുടെ നല്ല സോഫ്റ്റ് ഉപ്പുമാവായിരുന്നു. അപ്പോൾ ഉപ്പുമാവും പഴവും കൊടുത്ത് ഞാനും മോനും സ്മൂത്തി അടിച്ച് കുടിച്ച്. അപ്പം ഞങ്ങൾ റെഡിയായി ഇറങ്ങാൻ പോവാണ്. അപ്പം ഞാൻ സ്മൂത്തി അടിച്ചുകൊണ്ട് അവനെ വിളിക്കാൻ ചെന്നപ്പോൾ അവൻ നല്ല തകർത്ത് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്യാമറ ഓണാക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേ അവൻ തിരിഞ്ഞു നോക്കി പിടിക്കണ്ട എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അനങ്ങാതെ നിന്ന് വീണ്ടും പിടിച്ച്. എന്തായാലും മാഷാ അല്ലാഹ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവന് ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തിനാ ജിം വർക്കൗട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തതെന്ന് എല്ലാവരും ചോദിച്ചു. മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഈ ഇത്രയും കഷ്ടപ്പെട്ട് ഇതെടുത്തത് ഒരു മടി പിടിച്ച് അത് കളയാനുള്ളതല്ലല്ലോ. അപ്പോൾ അത് ചെറിയ ഹംദുക്കുട്ടനെ വീട്ടിൽ കൊണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. അപ്പം നമ്മുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡയറ്റ് ചെയ്ത് നമ്മളത് പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യണം. ഇടയ്ക്ക് വെച്ചൊരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്ന് തെന്നി മറി ഒരു അഹങ്കാര ഭാവം നമുക്ക് ഉണ്ടായാൽ തീർന്നു. പിന്നെ നമ്മുടെ ആ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് പോയതിനേക്കാൾ സ്പീഡിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും കുറച്ചല്ലേ നമുക്ക് ഇത്തിരി കഴിക്കാനല്ലേ എന്നൊക്കെ വിചാരിച്ച് കഴിച്ചാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയി ഒരു മിക്സഡ് ജ്യൂസ്, അപ്പോൾ ബീട്രൂട്ട് ക്യാരറ്റും എല്ലാം കൂടി ചേർത്തിട്ടുള്ള മിക്സഡ് ജ്യൂസാണ് കുടിച്ചത്. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ കമ്പനിയിലേക്ക് പോയി. അപ്പം ഇന്നലെ റെഡിയാക്കിയ ലേഹ്യമൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അതുപോലെ നമ്മുടെ നാത്തൂൻസ് മിക്സും കൊച്ചു പിള്ളേരുടെ നമ്മുടെ ഹെൽത്ത് മിക്സും ഒക്കെ പാക്ക് ചെയ്തൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരമാണ് അവിടെ അവരെല്ലാവരും നല്ല സഹകരണമാണ് കേട്ടോ. അപ്പം നെല്ലിക്കായും ഗ്ലോവിക്കായും ഒക്കെ ഉപ്പിലിട്ട് വെറുതെ എന്നെ പ്രലോഭിപ്പിക്കാൻ കൊണ്ടുവച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു നെല്ലിക്കായും, അപ്പോൾ വീട്ടിലിട്ടതാണ് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, കാന്താരിയും കൂടെ എടുത്ത് അതും കഴിച്ച്. അങ്ങനെ അതിനുശേഷം വീട്ടിൽ നിന്നിപ്പോൾ ലഞ്ച് ഇന്ന് രാത്രി ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ലഞ്ചായിട്ട് എടുത്തിട്ട് ഞാനൊരു ഓംലേറ്റും ഒരു ഗ്രീൻ ടീയും അതുപോലെ തന്നെ കോൺ പുഴുങ്ങിയതും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ലഞ്ച് ലൈറ്റാക്കി എടുത്തു. കാര്യം ഡിന്നറിന് എന്തായാലും പണിയാണ്, പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു മാരേജ് ഫംഗ്ഷനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അങ്ങനെ ഞാനും ഇക്കായും മോനും അതാണ് കഴിച്ചത് കേട്ടോ.
കാരണം ഞങ്ങൾ മൂന്നുപേരും കൂടാണ് കല്യാണത്തിന് പോകുന്നത്. നല്ല രീതിയിൽ എക്സൽ ആണ് കേട്ടോ, സാധാ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന എക്സൽ ഡ്രസ്സാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ് കേറത്ത് പോലും ഇല്ലായിരുന്നു. അതൊക്കെ ഇപ്പം ഇന്ന് നല്ല പാകമായിട്ട് ഇടുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. പിന്നെ ഞാനിപ്പോൾ പേഴ്സണൽ ട്രെയിനിങ് എടുത്ത് ജിമ്മിൽ പോകുന്നുണ്ട്. കട്ടപ്പണിയാണ്, എന്നെ വിട്ട് പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിനർ നല്ല പക്കാണ് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം കല്യാണത്തിന് പോകാൻ പോകണം. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കണം, ഒരു സുഹൃത്തിൻ്റെ ആയതുകൊണ്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ കല്യാണത്തിന് പോയി. ഞാൻ 2 അപ്പമാണ് കഴിച്ചത്. അപ്പോൾ ചെറിയന് വാങ്ങിച്ചിട്ട് ബിരിയാണിയും കൊടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതിലേക്കും ടാറ്റ ബൈ, സീ യു.